ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? ഇവിടെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് പോകണു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫലൂദ ആയിട്ടാട്ടോ, സേമിയ കസ്റ്റാർഡ് ഫലൂദ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്കതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവമായിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കസ്റ്റാർഡ് പൗഡറാണ്, അത് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 3 തരം മുന്തിരികളാട്ടോ, റെഡും ബ്ലാക്കും ഗ്രീനും. പിന്നെ ഉള്ളത് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ കുറച്ച് ഡേറ്റ്സും പിന്നെ നമ്മുടെ റുമാൻ പാഡ് ഉണ്ടാവില്ലേ അതും എടുത്തിട്ടുണ്ട്. കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്, ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഷുഗറും. ഇത്രയാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം ഞാൻ ചെയ്തത് ഒരു ബൗളെടുത്ത് അതിൽ കണ്ടൻസ് മിൽക്ക് കുറച്ച് പാലൊഴിച്ച് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് സേമിയ ഒന്ന് ചട്ടിയിലിട്ട് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇത് രണ്ടും നമ്മുടെ അതിൽ നെയ്യോ ഓയിലോ അതൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. റോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിനുശേഷം പാലടുപ്പത്ത് വെച്ച് തിളപ്പിക്കുമ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഞാനതിക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അടുത്തത് നമ്മുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ഉണ്ടാവും. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് വാനില എസൻസ് ആണ് കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണോളം വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. സേമിയം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. സേമിയം ചേർത്ത ഉടനെ ഞാൻ തീ ഓഫാക്കി കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടി കിടന്നിട്ട് ഓഫാക്കിയതിന് ശേഷമുള്ള ആ ഒരു പാലിത്തെ ചൂടി കിടന്നിട്ട് ആ സേമിയം വെന്താൽ മതി. ഓവർ കുക്കാവണ്ട കേട്ടോ. വറുത്തതും കൂടെ ആണ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം ഞാനൊരു ബൗളെടുത്ത് ബാക്കി ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആ ബൗളിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേന് നമ്മുടെ ആ മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. മാംഗോ, ബനാന ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ കാഷ്നട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതാണ് ഞാൻ അത് കൊടുത്തത്. അല്ല നമ്മുടെ കയ്യിൽ പിസ്ത, ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതിനുശേഷം നമ്മുടെ അവിടെ ചൂടാറാൻ വെച്ചിട്ടുള്ള മിക്സ് ഈ ഫ്രൂട്ട്സൊക്കെല്ലാം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തരണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തതിന് ശേഷം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്ക് എല്ലാവരുടെ അടുത്തും ബായ്.